നമ്മുടെ ചാനലൊക്കെ ഹാക്കായി പോയി കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന അടുത്ത യാത്രയാണിത്. നമ്മുടെ ഒരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ യാത്ര പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മളൊരു വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് പോകുന്നത്. ഒരു ലിങ്ക് ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ഈ ലിങ്ക് ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ അമൃത രാജറാണിയൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഓർമ്മയുണ്ട്. ഒരു ട്രെയിൻ തന്നെ 2 സർവീസായിട്ട് ഷൊർണൂർ പോയിട്ട് സ്പ്ലിറ്റായിട്ട് പോകുന്നത്. അതേപോലെ ഒരു വണ്ടിയുണ്ട് ഗോവയിൽ നിന്ന് വിടുന്നത്. വാസ്കോഡഗാമ തിരുപ്പതി, വാസ്കോഡഗാമ ഹൈദരാബാദ് എക്സ്പ്രസ് എന്നാണ് ആ വണ്ടിയുടെ പേര്. അതായത് ആ വണ്ടി വാസ്കോഡഗാമ, ഗോവയിലെ വാസ്കോഡഗാമയിൽ വിട്ടിട്ട് അത് ഗുണ്ടക്കിൽ പോയിട്ട് 2ആയിട്ട് സ്പ്ലിറ്റായി പോകും. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ മടുക വന്നിരിക്കുകയാണ്. അപ്പോൾ മടുക വന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റിനാണ്. അപ്പോൾ അതിൻ്റെ യാത്രയൊക്കെ നിങ്ങൾ ഇവിടം വരെയുള്ള വേഗം കണ്ടിട്ട് വാ. കല്യാൺ ഷെട്ടിൻ്റെ ഒരു WAP7 ആയിട്ട് വേണ്ടി വരുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സ്ലീപ്പറിനാണ് ഞാൻ മടുക വരെ പോകുന്നത്. എൻ്റെ കോച്ച് S7 ആണുള്ളത്. ഏറ്റവും ബാക്കിലാണ് എൻ്റെ കോച്ച്. എനിക്ക് ഡോറിൻ്റെ അടുത്തേ സൈഡ് ഡോറായിട്ട് 79 വരെ എപ്പോഴുള്ള പരിപാടിയെ 79 അല്ലെങ്കിൽ 7 ഇതിലേലും പറഞ്ഞായിരിക്കും കിട്ടുന്നത്. 5:5 ഇവിടെ വരേണ്ട വണ്ടിയാണ്. 4:45 എത്തി. അടിച്ചു വിട്ട് വരുമായിരുന്നു. വണ്ടി കാലിയാണ്. കോട്ടയത്തു നിന്നൊക്കെയാണ് ആൾ കയറി. ഞാൻ ചാട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ എറണാകുളമൊക്കെ പോയപ്പോൾ വണ്ടി ഫുള്ളായി. ഇതൊരു അണ്ടർ റേറ്റഡ് കിടിലം വണ്ടിയാട്ടോ. 22114 തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ്. ആഴ്ചയിൽ 2 ദിവസം ഓടുന്നതാണ്. നല്ല വണ്ടിയാണ്. നല്ല പറപ്പീരാണ്. ഇത് ലേറ്റ് ആയതാണ്. പക്ഷേ ഇത് 1.5 ഓട്ടമാണ് ഈ വണ്ടി ഓടുന്നത്. ഇതിൽ കയറിയവർക്ക് അറിയാൻ പറ്റും. ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രൽ റെയിൽവേ ആണ് കേട്ടോ. സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണിത്. മൺഡേയും തേഴ്സ്ഡേയും കൊച്ചുവേളിയിൽ നിന്ന് 12:55 ഈ വണ്ടി വിടുന്നത്. കൃത്യം ടൈമിന് തന്നെ നമ്മുടെ മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് അതിൻ്റെ അടുത്ത് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറക്കണ്ട, കാരണം വെളുപ്പിന് 3:30 എണീറ്റാണ്. ഇപ്പോൾ 5 മണിയായി, 5:10. കുറച്ച് നേരം ഉറങ്ങട്ടെ കേട്ടോ. ഈ വണ്ടിക്ക് 4 പേരിന് സ്റ്റോപ്പില്ലോട്ടോ. ഇവിടെ നിന്ന് വിട്ടാൽ ഈ വണ്ടിക്ക് ആകെ സ്റ്റോപ്പുള്ളത് തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്. ഇത്രയേ ഉള്ളൂ സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ മംഗലാപുരം. അടിച്ചു വിട്ടു പോകുന്ന വണ്ടിയത്. എറണാകുളം വിട്ട് പിന്നെ ഇവിടെയാണ്, തൃശ്ശൂരാണ് ഇപ്പോൾ അടുത്തായിട്ട് സ്റ്റോപ്പുള്ളത്. ഇവിടെ എത്തുന്നത് 2 മിനിറ്റ് നേരത്തെ കേട്ടോ. നല്ല കിട്ടിയ ക്ലൈമറ്റ് കേട്ടോ. നമ്മളതിൻ്റെ ഭാരതപ്പുഴ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:55. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. തീരെ വെള്ളം ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള വെള്ളമുള്ള. നമ്മൾ 7:10 ഷൊർണൂർ എത്തേണ്ടതാണ്. 7 മണിയായപ്പോഴത് കയറി. ഇനി 7:15 ഇതിൽ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു കേരള ടു ഗോവ ബെസ്റ്റ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞത്. അത് മറ്റേ എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റിൻ്റെ ആ സെയിം ടൈം സ്ലോട്ടിൽ ഓടുന്നൊരു വണ്ടിയാണ് ഈ ഒരു കൊച്ചുവേളി മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ എടുത്ത് നിങ്ങൾക്ക് മടുകാവ് ഗോവയൊക്കെ പോകണമെങ്കിൽ, ഗോവ ഉടുപ്പിയൊക്കെ പോകണമെങ്കിൽ ഒരു ബെസ്റ്റ് വണ്ടിയാണ് ഈ ഒരു തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ്. ടിക്കറ്റ് ചില സമയത്തൊക്കെ ഫുള്ളായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന ദിവസം ഫുള്ളാണ് വണ്ടി. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു 100-200 പ്ലസ്സൊക്കെ കറണ്ട് അവൈലബിലിറ്റി വരുന്നത് കാണാം. ഒരു 100 സീറ്റ് 200 സീറ്റൊക്കെ കാലി കിടക്കുന്നത് കാണാം സ്ലീപ്പറിൽ AC-ലൊക്കെ. പോരെ, ഞാൻ 2-3 തവണ ഈ വണ്ടിക്ക് മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ നല്ല വണ്ടിയാണ്.
നല്ല നീറ്റാണ് കേട്ടോ, അങ്ങനെ അത്ര അലമ്പൊന്നുമില്ല, നീറ്റാണ് വണ്ടി. പിന്നെ നല്ല റണ്ണാണ്. പക്ഷേ ഇത് ലേറ്റ് ആയാലേ ലേറ്റ് ആയതാണ്. കൊങ്കണി ഇത് വരുന്ന പോലെ ഇരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ. ഇത് എറണാകുളത്തുനിന്ന് രാവിലെ 5:10 എടുത്തിട്ട് വൈകിട്ട് 5 മണിക്ക് ഇത് മഡഗാവ് എത്തും. അതായത് ഏകദേശം ഒരു 12 മണിക്കൂർ എടുക്കുക. 12 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് മഡഗാവ് ചെല്ലുന്നത്. പക്ഷേ ഇത് 5 മണിക്ക് എത്താറില്ല മിക്കപ്പോഴും, കാരണം കൊങ്കണല്ലേ. 5:45 ചിലപ്പോൾ 6 മണിയൊക്കെ ആവും. ലാലാഗുഡയുടെ WG9 എനിക്ക് തോന്നുന്നു നിലമ്പൂർ പാസഞ്ചറിൻ്റെ കയ്യിൽ റേക്ക് ആയിരിക്കണം അത് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഷൊർണൂർന്ന് 1 ടൈം എടുത്തിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് ഡിവിഷനിലൊക്കെ ഉടനെ തന്നെ 130 kmph ആവും തോന്നുന്നു നമ്മുടെ ട്രാക്കിൻ്റെ സ്പീഡ്. കോയമ്പത്തൂർ ജോളാർപേട്ട സെക്ഷനിൽ 130 kmph ട്രയലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും അടുത്ത ഫൈനാൻഷ്യൽ ഇയറിന് മുമ്പ് എന്തായാലും അവർ ആക്കുമായിരിക്കും 130 സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ചെന്നൈ ബാംഗ്ലൂരൊക്കെ പോകുന്ന വണ്ടിയുള്ള സ്പീഡൊക്കെ കൂടും, ടൈമും കുറയും. ടൈം കുറയ്ക്കുമായിരിക്കും, ടൈം ഉടനെ എന്തായാലും കുറയ്ക്കത്തില്ല, കുറച്ചാളെടുക്കും ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ട്രാവൽ ടൈം. ഈ വണ്ടിയിൽ പാൻട്രി ഇല്ല കേട്ടോ, അതുകൊണ്ട് ഫുഡ് നമ്മൾ പുറത്ത് നടന്ന് വാങ്ങിക്കേണ്ടി വരും. ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് ഇത് മംഗലാപുരം എത്തും. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യണം. രാവിലെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന സ്റ്റേഷനൊന്നുമില്ല, കോഴിക്കോടൊന്നും കാണിക്കത്തില്ല. അപ്പോൾ സ്റ്റേഷനിൽ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. അങ്ങനെയാണ്. ഇതിനകത്ത് പാൻട്രി ഇല്ല, അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. തിരൂര് ഷൂട്ട് ചെയ്തില്ലാതെ പരാതി പറയരുത്. ഞാൻ തിരൂര് എത്താറായപ്പോൾ ആശ്രമിൽ പോയതാണ്, അതുകൊണ്ടാണ് തിരൂര് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അല്ലെങ്കിൽ കമൻ്റ് ഇടും തിരൂര് ഷൂട്ട് ചെയ്തില്ല, തിരൂര് ആർക്കും വേണ്ടാന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടും. അതൊന്നുമില്ല, ആശ്രമിൽ പോയതാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് ആശ്രമിൽ പുറത്തിറങ്ങാൻ പറ്റിയത്, വേറൊന്നുമല്ല കേട്ടോ. ഇതിൽ കുറേ ഈ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ വണ്ടിയിൽ കുറേ ആൾക്കാർ കയറുന്നുണ്ട്, ഈ കോഴിക്കോട് കണ്ണൂരൊക്കെ പോകാൻ വേണ്ടി. ആരെയും ഇവിടെ കയറ്റി നിർത്തുന്നില്ല, കാരണം വണ്ടി ഫുള്ളാണ്. ഇവരെ കൺവേർട്ട് ചെയ്ത് നിർത്താൻ ഇതിനകത്ത് സ്ഥലവുമില്ല. അതുകൊണ്ട് ഇതല്ല, സൂപ്പർ ഫാസ്റ്റ് വണ്ടിയല്ലേ, ചില വണ്ടികളൊന്നും ഇവർ കൺവേർട്ട് ചെയ്ത് തരത്തൊന്നുമില്ല. അപ്പോൾ TT വന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ ഓടിച്ചു വിടുന്നുണ്ട്, എല്ലാവരെയും പുറയിൽ ജനറലിൽ ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഓൺ ടൈം കണ്ട് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 8:30 നല്ല തിരക്കുള്ളൊരു സമയമാണ്, കാരണം നമ്മുടെ വണ്ടി ഫുള്ളാണ്. കണ്ണൂർ കാസർഗോഡ് വരെ എന്തായാലും ഫുള്ളായിരിക്കും. കുറേ തെറ്റിദ്ധാരണ പടർത്തുന്ന കുറേ വീഡിയോസ്, റീൽസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതും, പിന്നെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ AC കയറി പോകുന്നത്, അതൊക്കെ ശരിക്കും പിടിച്ചാൽ ഇല്ലീഗലാണ്. അങ്ങനെ ഇഷ്ടംപോലെ കാണാറുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഒരു ബ്ലോഗറിന് വരെ ഇതിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പരിപാടി ആരും ചെയ്യരുത്. ഈയിടെ ഒരു റീല് കണ്ട്, അതായത് മറ്റേ AC കോച്ചിലെ അറ്റൻഡൻറ്റിൻ്റെ സീറ്റുണ്ടല്ലോ, മറ്റേ ബെർത്ത് പോലെ,
അപ്പം ഒരു പുള്ളി ഇട്ടേക്കോ ഇതേപോലെ തിരക്കാണെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി, ആരും ഒന്നും പറയത്തില്ല എന്ന്. അത് എ സി കോച്ചിൻ്റെ അറ്റൻഡൻറ്റിൻ്റെ സീറ്റാണ്, അല്ലാണ്ട് സാധാരണക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയ സീറ്റല്ല. എന്തിനാ ഈ ലാഭിക്കാൻ വേണ്ടി ഈ കള്ളത്തരമൊക്കെ കാണിച്ച് യാത്ര ചെയ്യുന്നു പറ. സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ വയ്യെങ്കിൽ സൂപ്പർ ഫാസ്റ്റിൽ കയറരുത്. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറി എന്തിനാണ് ഈ വരുന്നത് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്ത് വരാം, പക്ഷെ കൺവേർട്ട് ചെയ്ത് വരാൻ പറ്റിയ വണ്ടികളിൽ മാത്രമേ ഉള്ളൂ. അത് ടി ടിയോട് ചോദിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ മാത്രം സ്ലീപ്പർ ക്ലാസ്സിൽ കയറുക, അല്ലെങ്കിൽ കയറാൻ പോരുത്. നമ്മുടെ പാലക്കാട് ഡിവിഷനിൽ ഇപ്പോൾ പലയിടത്തും ഇതേപോലെ സ്പീഡ് റെസ്ട്രിക്ഷൻ നടക്കുന്നുണ്ട്. ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഇതേപോലെ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പോവുകയാണ്. സ്പീഡ് ഭയങ്കര കുറവാണ്, എന്തോ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടേ മിക്കവാറും സ്പീഡ് അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് പലയിടത്തും സ്പീഡ് ഭയങ്കര കുറവാണ്. അത് ഈ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഈ പയ്യെ പോകുന്ന വണ്ടി. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് മര്യാദയോടെ യാത്ര ചെയ്യണം. ടിക്കറ്റ് എടുത്തും മര്യാദയ്ക്ക് ആൾക്കാരെ ശല്യപ്പെടുത്താതെയും അങ്ങനെ വേണം യാത്ര ചെയ്യാൻ. അല്ലാണ്ട് ട്രെയിൻ നമ്മുടെ തറവാട് സ്വത്തം എന്ന രീതിയിൽ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഞാൻ ഇതിന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ബ്ലൂടൂത്ത് സ്പീക്കറും വെച്ച് പാട്ടും പാടി അതൊക്കെ കാണിക്കുന്ന എന്തോ വലിയ മാസമാണെന്ന് ഓർത്തിട്ടാണ് ഈ കാണിക്കുന്നത്. പക്ഷെ പുറത്തൂടെ കാണുന്ന ആൾക്കാർക്ക് അതത്ര മാസമായിട്ട് തോന്നത്തില്ല. എനിക്ക് എറണാകുളത്ത് നിന്ന് മടഗാവ് വരെ പോകാനായത് ഈ വണ്ടിക്ക് 470 രൂപയാണ്. ഇത് സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ 470 റുപ്പീസാണ് എനിക്ക് ഇവിടുന്ന് മടഗാവ് വരെ പോകാനായത് സ്ലീപ്പറിന്. മണിയായപ്പോഴേക്കും നമ്മുടെ മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കണ്ണൂരെത്തി. ഞാൻ ഈ വ്ലോഗ് എടുക്കുന്ന അന്ന് ഇവിടെ വോട്ടെടുപ്പാണ് കേട്ടോ. അതായത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ശരിക്കും രണ്ടായിട്ടാണല്ലോ. അപ്പം ഫസ്റ്റ് ഫേസ് 9-ാം തീയതി, സെക്കൻഡ് ഫേസ് 11-ാം തീയതിയാണ്. അപ്പോൾ സെക്കൻഡ് ഫേസ് ഈ മലബാർ ഭാഗത്താണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വോട്ടെടുപ്പായിട്ട് റെയിൽവേ സ്റ്റേഷനിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. രാവിലെ വന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൻ്റെ റേറ്റ് ഇവർ ഇവിടുന്ന് അടുത്ത് മാറ്റി അങ്ങേ അറ്റത്ത് കൊണ്ടിടുവാണ്. അതാണ് ഈ കാണുന്നത്. ഇനി ഇതിനപ്പുറത്ത് കൊണ്ടിടും. ഈ കിടക്കുന്നത് KSR ബംഗളൂരു കണ്ണൂർ, മറ്റേത് യശ്വന്ത്പൂർ കണ്ണൂർ വരെ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഏഴിമല സ്റ്റേഷനാണ് ഈ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. ഏഴിമല സ്റ്റേഷനിലെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏഴിമല സ്റ്റേഷൻ ഇങ്ങനെ സ്കിപ്പ് അടിച്ച് പോവാണ്. നല്ല സ്പീഡിലാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. വണ്ടിയാണ് പക്ക ഓട്ടീവാണ്. അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് തന്നെ. പിന്നെ മംഗലാപുരം ജംഗ്ഷൻ. മംഗലാപുരത്ത് മിക്കവാറും നമ്മളൊരു അരമണിക്കൂർ നേരത്തെ എത്തും. നമ്മളിപ്പോൾ നീലേശ്വരം കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് വർക്ക് നടത്തിയതുകൊണ്ട് രാത്രിയിലും പണിയുണ്ട്. ട്യൂബ് ലൈറ്റൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇത് കണ്ട നമുക്ക്. അപ്പോൾ ഇവിടെ എന്തോ സ്ലീപ്പർ മാറ്റുമോ ട്രാക്ക് മാറ്റുമോ എന്തോ പണിയാണ്. കുറേ കിലോമീറ്ററായിട്ട് ഇപ്പോൾ ഈ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ട്രെയിൻ വളരെ പയ്യാണ് പോകുന്നത്. എങ്ങാണ്ട് 20-30 എങ്ങാണ്ട് സ്പീഡ് കണ്ടോ, പയ്യെ പോകുന്നുണ്ട. ലൈറ്റൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിലും പണി നടക്കുന്നുണ്ട്. പകലില്ലെന്ന് തോന്നുന്നു, രാത്രിയിലാന്ന് തോന്നുന്നു മെയിൻ പണി. കണ്ട ഫുള്ള് നിരത്തി ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട. പാലക്കാട് ഡിവിഷനിൽ ഇപ്പോൾ പലയിടത്തും ഇതുപോലെ തന്നെ പണി നടക്കുന്നുണ്ട്. ഇപ്പുറത്തുണ്ട് ചീര. കണ്ട ചീര നോക്കി കൊള്ളാല്ലേ. അങ്ങനെ നമ്മൾ കാസർഗോഡും എത്തിയുണ്ട്. കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ കാസർഗോഡ് ഈ വന്ദേ ഭാരത് കിടക്കുന്നൊരു റീൽ ഈയിടെ വൈറലായിട്ടോ. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ തലശ്ശേരി അടുക്കള എന്നൊരു മംഗലാപുരത്തൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ബിരിയാണി പറഞ്ഞായിരുന്നു. പക്ഷേ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇപ്പോൾ കാസർഗോഡ് ആയപ്പോഴേക്കും പോരെ. അപ്പം ഞാൻ പെട്ടെന്ന് 5 മിനിറ്റേ ഉള്ളൂ ഓർഡർ ചെയ്യാൻ വേണ്ടി. 5 മിനിറ്റ് പിന്നെ ഓർഡർ ക്ലോസ് ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ ആകെ ഉള്ളത് ബർഗർ കിങ്ങാണ്. ബാക്കിയെല്ലാം റിവ്യൂ ഭയങ്കര മോശമാണ്. ലാസ്റ്റ് ബർഗർ കിങ്ങിന് ബർഗർ പറഞ്ഞു. വേറെ നിവർത്തിയില്ല പോരെ. ബിരിയാണി കട ഒന്നും കാണിക്കുന്നില്ല. എന്തുവാണോ എന്തോ, ഇന്ന് വല്ല അവധിയാണോ ഒരു പിടിയില്ല എന്തുവാന്ന്. സമയം 11:37 നമ്മൾ നേത്രാവതി പാലം കടക്കാൻ പോവുകയാണ്. വണ്ടി നേരത്തെയാണ്. 12:05 മംഗലാപുരത്ത് കയറിയാൽ മതി. നമ്മളിപ്പോഴേ ഇവിടെ എത്തി.
20 മിനിറ്റ് നേരത്തെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ എത്തുന്നത് 20 മിനിറ്റ് 30 മിനിറ്റെങ്കിലും, 20 മിനിറ്റ് നേരത്തെ 11:45 മംഗളൂരു ജംഗ്ഷനിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 12:15 റേഞ്ചിൽ എടുക്കത്തുള്ളൂ വണ്ടി. സൊമാറ്റോത് ബർഗർ കിങ്ങിന് ബർഗർ ഓർഡർ ചെയ്ത് കിട്ടി കേട്ടോ. വേണം ഉടനെ തന്നെ കിട്ടി. നിസാമുദ്ദീൻ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന രാജധാനി ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അത് ബിഫോർ ടൈമാണ്. ഇന്നെല്ലാം ഓൺ ടൈം. ഇന്ന് പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ബിഫോർ ടൈം കേട്ടോ. എന്ത് പറ്റിയത് അറിയത്തില്ല. ലാലാകുട ഷെഡിൻ്റെ ഒരു WP7 ആയിട്ടാണ് നമ്മുടെ രാജധാനി എക്സ്പ്രസ് കണ്ട് ഇവിടെ മംഗലാപുരത്ത് നിന്ന് കയറുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ തത്കാൽ എടുക്കുന്നതിന് ഇപ്പോൾ OTP വേണം. അതായത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ കൂടെ തത്കാൽ എടുക്കുമ്പോൾ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ കൂടെ മാത്രമേ തത്കാൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തത്കാൽ എടുക്കുമ്പോൾ OTP അടിച്ചു കൊടുത്താലേ നമുക്കിനി ടിക്കറ്റ് എടുത്തുള്ളൂ. അപ്പോൾ അത് ആദ്യം തുടങ്ങിയിരിക്കുന്നത് ഇതേപോലെ പ്രീമിയം ട്രെയിനുകളിലാണ്. ഈ രാജധാനി, വന്ദേ ഭാരത്, ദുരന്തോ പോലുള്ള വണ്ടികൾ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളിലെല്ലാം ഇപ്പോൾ OTP ബേസ്ഡ് തത്കാൽ എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ കിടക്കുന്ന രാജധാനിയും ദുരന്തോ എല്ലാം ഇപ്പം നമ്മുടെ നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി, എറണാകുളം നിസാമുദ്ദീൻ ദുരന്തോ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ തത്കാൽ എടുക്കുന്നതിന് നമുക്ക് OTP അടിച്ചു കൊടുക്കണം. അതായത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈലിലാണെന്ന് തോന്നുന്നു OTP വരും. ആ OTP അടിച്ചു കൊടുത്താലേ നമുക്കിപ്പോൾ തത്കാൽ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു വള്ളിയുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ടൈം എടുത്താലും ടിക്കറ്റ് കിട്ടുമോയെന്നൊന്നും നമുക്കറിയില്ല. അത് നോക്കണം. ഞാൻ ഇതിലൂടെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇവിടെ മംഗലാപുരം ജംഗ്ഷനിൽ ഇപ്പോൾ പ്ലാറ്റ്ഫോം 1 റിട്ടയർമെൻറ്റ് റൂമും ഡോർമെട്രി ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 200 രൂപയ്ക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി. നമ്മൾ മംഗലാപുരം വരെ പക്ക ഓൺ ടൈം വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി സിംഗിൾ ലൈൻ ആയിട്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം ക്രോസിങ്ങിന് വേണ്ടി മറ്റേ റോക്കറ്റ് എന്ന വണ്ടിയില്ലേ, CSMT മംഗളൂരു സൂപ്പർ ഫാസ്റ്റ്, അത് വരും. ഇപ്പം അത് സുരക്കരങ്ങാണ്ട് ആവാറായിട്ടുണ്ട്. 12:10 ഇവിടുത്തെ ഡിപ്പാർച്ചർ. കറക്റ്റ് ടൈം തന്നെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ക്രോസിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പൊങ്കണൊന്നും ഇപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. കാരണം ഫുള്ള് വെയിലല്ലേ. വെയിലായ കാരണം ഒന്നുമില്ല കാണാൻ വേണ്ടി. പഴയ പച്ചപ്പൊന്നും ഇല്ലല്ലോ. എൻ്റെ എറണാകുളത്തിൻ്റെ ഒരു WDG4 ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ടാ. 12610. നമ്മളിവിടെ മിക്കവാറും ചവിട്ട്. നമ്മളിപ്പോൾ തോക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പം മറ്റേ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ സ്വർക്കൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇങ്ങോട്ട് വരും. നമ്മുടെ LTT സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 120 km/h വേഗത്തിലാണ്. നല്ല വീടിലാണ് വിടുന്നത്. മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ ഈ കൊങ്കൺ റെയിൽവേയുടെ മാക്സിമം സ്പീഡ് ഇപ്പോൾ 120 ആണ്. നല്ല സ്പീഡാണ് കേട്ടോ. 120 അറിയാമല്ലോ. എനിക്ക് കിടിലും വിടില്ല. മൈക്ക് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതുപോലെ പറ്റത്തില്ല. എല്ലാ വണ്ടിയും 120 എടുക്കത്തില്ല. ഈ ICF കോച്ചുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 110 ഉള്ളൂ. LHB മാത്രമാണ് 120 എടുക്കുന്നത്. അതും ചില കണ്ടീഷനൊക്കെ ഉണ്ട്.
WP7 ലോക്കോ ആയിരിക്കണം. പിന്നെ ലോക്കോ പൈലറ്റ്സിന് 120 kmph എന്തോ ടെസ്റ്റോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും 120 എടുക്കത്തില്ല. നമ്മുടെ വണ്ടി ഇപ്പോൾ 120 എടുത്തിട്ടുണ്ട്. നമ്മളവിടെ ഉടുപ്പിക്ക് തൊട്ട് മുമ്പുള്ള ഇന്റൻജേൻ എന്നൊരു സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ട് ക്രോസിങ്ങിന് വേണ്ടി എന്തെങ്കിലും ഗുഡ്സ് ആയിരിക്കും. കാരണം വേറെ വണ്ടിയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് വരാൻ വേണ്ടിയായിരിക്കും. നല്ല പൊരി വെയിലാണ് കേട്ടോ, നോക്കി നല്ല വെയിലാണ്. പൊരിക്കുന്ന വെയിൽ, നല്ല ചൂടാണ്. ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. ഓട്ടോമൊബൈൽ ക്യാരിയർ എന്ന് പറഞ്ഞ കാറ് കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ് കാണുന്നത് കേട്ടോ. അതാണ് ഈ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് വരാൻ വേണ്ടിയാണ് പിടിച്ചിട്ട് കേട്ടോ. രണ്ടടുത്ത് പിടിച്ചിട്ടിട്ട് വരെ ഈ സാധനം ഇവിടെ ഓൺ ടൈം എത്തി കേട്ടോ. ഈ ഉടുപ്പിയിൽ കറക്റ്റ് 1:38 തന്നെ ഇവിടെ കയറി. അതുകൊണ്ട് ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടറൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. ആരാ പണിയുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ കൊങ്കൺ റെയിൽവേനെ ആയിരിക്കും മിക്കവാറും പണിയുന്നത് കേട്ടോ. നല്ല നീളത്തിൽ പണിയുന്നുണ്ട്. എന്തെങ്കിലും ഭാഗ്യം കേട്ടോ. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ മഡ്ഗാവ് എത്തിയിട്ട് നാളെ രാവിലെ 9 മണിക്കാണ് നമ്മൾ പോകുന്ന ലിങ്ക് ട്രെയിൻ. അതായത് വാസ്കോഡഗാമയിൽ നിന്ന് ഹൈദരാബാദ് തിരുപ്പതി 2 സ്ഥലത്തേക്കും പോകുന്ന വണ്ടി, ഒറ്റ വണ്ടിയാണത്. അപ്പോൾ ആ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പണ്ട് നമ്മുടെ അമൃതയും രാജറാണിയും ഒക്കെ ഒറ്റ വണ്ടിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒറ്റ വണ്ടി നേരെ ഷൊർണൂർ പോയിട്ട് അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ടാണ് നിലമ്പൂർക്കും പാലക്കാട്ടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ഓടുന്നൊരു വണ്ടിയാണ് നമ്മളീ പോകുന്ന വാസ്കോഡഗാമ തിരുപ്പതി, വാസ്കോഡഗാമ ഹൈദരാബാദ് എക്സ്പ്രസ്. അപ്പോൾ അത് വാസ്കോഡഗാമ തിരുപ്പതി എക്സ്പ്രസ്സും വാസ്കോഡഗാമ ഹൈദരാബാദ് എക്സ്പ്രസ്സും ഒറ്റ വണ്ടിയായിട്ടാണ് ഗുണ്ടക്കൽ വരെ പോകുന്നത്. എന്നിട്ട് ഈ ഗുണ്ടക്കൽ വരെ പോയിട്ട് ഗുണ്ടക്കൽ നിന്ന് ഒരു ഭാഗം തിരുപ്പതിക്ക് പോവും, ഒരു ഭാഗം ഹൈദരാബാദിൽ പോവും. അപ്പോൾ നമ്മൾ ഹൈദരാബാദാണ് പോകുന്നത്. തിരുപ്പതിക്ക് പോകുന്ന ഭാഗം അത് അവിടെ നേരെ പോവും. നമ്മൾ നേരെ റിവേഴ്സ് എടുത്തിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് ഹൈദരാബാദ് പോകുന്നത്. നമ്മളീ പോകുന്ന ഈ കൊച്ചുവേളി മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് ഒരിടയ്ക്ക് ഒരു കൊല്ലം മുമ്പ് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഡെയിലി ആക്കാൻ പോവാ. ഡെയിലി ആക്കി കൊള്ളാം കേട്ടോ. കാരണം നല്ല ഡിമാൻഡുള്ളൊരു റൂട്ടും കൂടെ അല്ലേ. ഡെയിലി ആക്കിയത് നല്ലതായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ ആകെ 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചില സമയങ്ങളിലൊക്കെയാണ് കാലി അടിച്ചോടുന്നത്. നമ്മുടെ മുംബൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് ബൈൻഡൂർ മൂകാംബിക റോഡ് സ്റ്റേഷൻ കണ്ട് പയ്യെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ടണൽ അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ടേ ട്രെയിൻ കുറച്ച് പയ്യാണ് പോകുന്നത് കണ്ടാ. കൊങ്കണിൽ ഉച്ചയായിട്ടുള്ള ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് കുറവാണ്. അതുകൊണ്ട് വണ്ടിയൊന്നും വിട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് ഗുഡ്സും പിന്നെ 1-2 വണ്ടികൾ മാത്രമേ ഉള്ളൂ പണി തരാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ മുരുടേശ്വർ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുരുടേശ്വർ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കാർവാറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മഡ്ഗാവ് ജംഗ്ഷൻ. നമ്മുടെ കോച്ച് ശരിക്കും ഏറ്റവും പുറകിലാണേ. അപ്പോൾ ഹോണ്ടടിക്കുന്ന ശബ്ദമൊന്നും കേൾക്കത്തില്ല. അപ്പോൾ ഇവിടെ ക്രോസിങ്ങിന് പിടിച്ചാണ്. ഇവിടെ ഹൊനാവർ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്.
പോയ വണ്ടി ഉദ്ദിന മംഗലാപുരം സ്പെഷ്യൽ ട്രെയിനാണേ. അതിപ്പോൾ സൂറത്താണ് തുടങ്ങുന്നത്. 2-4 കിലോമീറ്റർ വ്യത്യാസമുള്ള ഉദ്ദിനയും സൂറത്തും തൊട്ടടുത്ത സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് മംഗലാപുരം പോകുന്ന സ്പെഷ്യലാണ് ഇപ്പോൾ പോയത്. അങ്കോല എന്നൊരു സ്റ്റേഷനിൽ ക്രോസിങ്ങിനുണ്ട് പിടിച്ചു. മടുകാവ് നിന്ന് മംഗലാപുരം പോകുന്ന പാസഞ്ചർ വരാറുണ്ട്. അപ്പോൾ അത് ആർവാടൻ എന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അതിപ്പോൾ ഇങ്ങോട്ട് വരും. നമ്മൾ ഏകദേശം ഓൺ ടൈം വന്നുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ ഡിലേ ആയി. ഇപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആയി കേട്ടോ. മിക്കവാറും മടുകാവ് എത്താൻ വേണ്ടി ഒരു 5:45-6 മണി റേഞ്ചൊക്കെ ആവും. ഉറക്കം കറക്റ്റ് ആവാത്തതുകൊണ്ട് ഒരു മന്തിപ്പുണ്ട്. ഇതിൽ 5 മണിക്ക് 4:45 എത്തിയ വണ്ടി. ഇനി വരാൻ വേണ്ടി ഞാൻ 3:30 എണീറ്റ് റെഡിയായി വന്നതാണ്. ഉറക്കം റെഡിയായില്ല. നമ്മൾ നേരത്തെ എണീറ്റ് ശീലമില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു 7 മണി 8 മണിയാകുമ്പോഴാണ് എണീക്കുന്നത്. നമ്മുടെ മടുകാവ് മംഗലൂർ പാസഞ്ചർ എത്തി. ഇതിന് നേരത്തെ റേറ്റ് ഷെയറിങ് ഉണ്ടായിരുന്നു, മറ്റേ മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ട്. ഇപ്പോൾ ആ പരിപാടി ഇല്ല കേട്ടോ. ഇതിൻ്റെ ബോർഡിൽ ഇപ്പം മംഗലാപുരം മടുകാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റേറ്റ് ആക്കിയിട്ടാണ് മിക്കവാറും. മംഗലാപുരത്തു നിന്ന് മറ്റേ ഓൺ ബോർഡ് കാറ്ററിംഗുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കണ്ട് കയറിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് സൊമാറ്റോ കിട്ടിയില്ലെങ്കിൽ ബിരിയാണി കിട്ടും. ചിക്കൻ ബിരിയാണി അങ്ങനെ ഐറ്റംസ് കിട്ടും. പുറത്തുനിന്നുള്ളതാണ്. കുഴപ്പമില്ലായിരിക്കും, അറിയത്തില്ല. പിന്നെ ചിപ്സ്, വെള്ളം അതൊക്കെ കിട്ടും. അരമണിക്കൂർ ലേറ്റായിട്ട് നമ്മുടെ മുംബൈ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കാർവാർ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു 1 അവർ അടുപ്പിച്ച് മതി മടുകാവ് എത്താൻ വേണ്ടിയിട്ട്. 4 മണിക്ക് എത്താണ്ടാണ്. കാർവാറായിട്ട് നമ്മളിപ്പോൾ ഗോവ സംസ്ഥാനത്ത് കയറി ലോല്യം എന്നൊരു സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഇവിടെ ക്രോസിങ്ങിന് പിടിക്കുകയാണ്. ഏതോ ഗുഡ്സാണെന്ന് തോന്നുന്നു വരാനുള്ള, വേറെ വണ്ടിയൊന്നുമില്ല.
ഒരു ഗുഡ്സ് വരാൻ വേണ്ടിയാണ് നമ്മളവിടെ പിടിച്ചത് കേട്ടോ. ആ ഗുഡ്സ് കണ്ടായിരുന്നു നിങ്ങൾ. അത് മറ്റേ BTPG LPG കൊണ്ടുവന്ന ഗുഡ്സ് ട്രെയിനാണേ. അതിൻ്റെ ലോക്കോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു WG9 ലോക്കോ ആണ് അതിന് വഹിക്കുന്നത്. പിന്നെ അതിനോട് ഡെഡായിട്ട് WDG4G ട്വിൻസും ഉണ്ട് കേട്ടോ. മിക്കവാറും WDG4G ട്വിൻസ് ആയിരിക്കും കൊണ്ടുവന്നത്. അത് ഏതെങ്കിലും ഡീസൽ സെക്ഷനിൽ കൂടെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇലക്ട്രിക് കയറ്റി വിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക്. മംഗലാപുരം ഭാഗത്തേക്ക് അവിടെ പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ് അത്. നമ്മളിവിടെ കൺകോൺ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ മടുകാവിൻ്റെ കാർവാർ പോകുന്ന പാസഞ്ചർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ പഞ്ചഗംഗയായിട്ട് കാർവാറിന്ന് ബാംഗ്ലൂർ പോകുന്ന ആ റേക്ക് അത് വേണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ടേ പോകത്തുള്ളൂ. വേണ്ട പോയി കയറി വരുന്നുണ്ട് വേണ്ട ഡീസലിലൊക്കെ വെച്ചിട്ട്. ഇതൊരു കിട്ടിലെ വണ്ടിയാണ് ഈ പഞ്ചഗംഗ എക്സ്പ്രസ് ഉണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻഡ് ടു എൻഡ് മഡഗാവിൻ്റെ കാർവാർ വഴി ബാംഗ്ലൂർക്ക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സമയം ഇപ്പം 5:45 കേട്ടോ. നമ്മളായിട്ട് മഡഗാവ് ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യാർഡിൻ്റെ അവിടെ ആയി. ഞാൻ പറഞ്ഞില്ലേ 5:45 6 മണി ആകുമ്പോഴേ എത്തത്തുള്ളന്ന്. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റീസെൻറ്റ് സ്റ്റാറ്റസ് ഒക്കെ നോക്കി അറിയാൻ പറ്റും. എല്ലാം 5:45 6 മണിക്കാണ് ഇത് മഡഗാവ് എത്തുന്നത്. രാവിലെ 5:15 കയറിയ നമ്മളിവിടെ എത്തുന്നത് 5:50 വൈകിട്ട് കേട്ടോ. 12 മണിക്കൂറിൽ കൂടുതലെടുത്ത് ഇവിടം വരെയുള്ള യാത്ര നിങ്ങൾ കണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു പോകുന്നു, എന്തോ അറിയത്തില്ല. ഉറക്കം റെഡി ആയിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെയാണ് നമ്മുടെ ലിങ്ക് ട്രെയിനിൽ നമ്മൾ പോകുന്നത്. ഇതൊരു ഭയങ്കര റെയറായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോഴുള്ളത്. വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് ഈ നമ്മളീ പോകുന്ന വാസ്കോഡഗാമ ഹൈദരാബാദ്, വാസ്കോഡഗാമ തിരുപ്പതി എക്സ്പ്രസ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഗോവയിലെ മഡഗാവ് വരെ എന്ന ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വാസ്കോഡഗാമ ഹൈദരാബാദ്, വാസ്കോഡഗാമ തിരുപ്പതി സ്ലിപ്പ് ട്രെയിനിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് സ്ലിപ്പ് ട്രെയിൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സ്ലിപ്പ് ട്രെയിനിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി, ആ വണ്ടിയുടെ യാത്രയൊക്കെ അടുത്ത ദിവസം കാണാം. 2 വീഡിയോ ഉണ്ടാവും തോന്നുന്നു. കാരണം അത്യാവശ്യം നമ്മൾ നാളെ ഫുൾ ഡേ നമ്മൾ ട്രെയിനിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും. അപ്പം മറ്റു 2 വീഡിയോ ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നുള്ളത്. ഞാനിവിടെ താമസിക്കുന്നത് ഒരു ഓൾ സീസൺസ് ഗസ്റ്റ് ഹൗസ് എന്നൊരു ചെറിയൊരു ബഡ്ജറ്റ് ഒരു ഹോട്ടലാണ്. ഇതിനു മുമ്പ് ഞാൻ 2-3 തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത ദിവസം സ്ലിപ്പ് ട്രെയിനിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.